ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്പെട്ട ഒരു നല്ല പകലിനെ ഇന്ന് ദൈവം നമുക്കായി തന്ന ആ ദൈവത്തിന്റെ വലിയ കൃപകളെ ഓർത്ത്, വലിയ സന്തോഷങ്ങളെ ഓർത്ത് നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. ആമേൻ. ദൈവത്താൽ അസാധ്യമായ ഒരു കാര്യവും ഈ ഭൂമിയിൽ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് നിശ്ചയമായി നിങ്ങളുടെ പ്രാർത്ഥന വിഷയത്തിനകത്ത് ആരും മറുപടി തരും. കർത്താവായ യേശുവച്ചൻ മറുപടി തരും. കർത്താവായ യേശുവച്ചൻ മറുപടി തരണമെങ്കിൽ ഒന്ന്, നമ്മൾ അതിനെ എന്ത് ചെയ്യണം? അന്ധമായി വിശ്വസിക്കണം. ഏത് വിഷയമാവട്ടെ, ആ വിഷയത്തിനകത്ത് എന്റെ കർത്താവ് എനിക്ക് മറുപടി നൽകുമെന്ന് പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിശ്ചയമായി ദൈവമെന്നെയും മറുപടി. സ്തോത്രം. കർത്താവ് വചനത്തിനകത്ത് സ്തോത്രമാലയ വായിക്കുമ്പോൾ കർത്താവ് പറയുന്ന ഒരു ഭാഗമുണ്ട്. നിന്റെ അപ്പനെയും അമ്മയും സഹോദരനെയും സഹോദരിയുമെയും മക്കളെയും നിലങ്ങളെയും വിട്ട് എന്റെ പിന്നാലെ വരുന്നവന് ഞാൻ 100 മടങ്ങ് പ്രതിഫലം കൊടുക്കും. പ്രതിഫലം കൊടുക്കും. പത്രോസ് പറയുന്നുണ്ട്, ഞങ്ങളെല്ലാം വിട്ടു വന്നു, നിങ്ങൾക്ക് എന്ത് ലഭിക്കും? കർത്താവ് പറഞ്ഞു, നിശ്ചയമായി ഈ ലോകത്തിൽ കഷ്ടതയോടെ കൂടെ എന്ത് ചെയ്യും? ഒരു പ്രതിഫലവും ദൈവം നിങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. സ്തോത്രം. അപ്പോൾ അതിനകത്ത് ഒരു വാക്ക് വരുന്നുണ്ട്. ഏത് വ്യക്തിക്കും, മനുഷ്യനായിട്ട് ജനിച്ച ഏത് വ്യക്തിക്കും കഷ്ടതയില്ലാത്ത ആരുമില്ല, പ്രതികൂലമില്ലാത്ത ആരുമില്ല, പ്രയാസമില്ലാത്ത ആരുമില്ല. പക്ഷെ കഷ്ടതയ്ക്കകത്തും പ്രതികൂലത്തിനകത്തും പ്രയാസത്തിനകത്തും പരിഹാസത്തിനകത്തും മുൻവിധിക്കകത്തും അപമാനത്തിനകത്തും നിന്നെ തള്ളിയിടാത്ത ഒരു ദൈവമുണ്ട്. നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ദൈവമുണ്ട്. ഏത് വിഷയത്തിൽ നീ കിടന്നാലും അതിനകത്തുനിന്ന് നിന്നെ തള്ളിയിട്ട് അതിനകത്ത് സന്തോഷിക്കുന്ന ഒരു ദൈവത്തെയല്ല നീ ആരാധിക്കുന്നത്. നിന്നെ ലജ്ജിപ്പിക്കാതെ പുറത്തു കൊണ്ടുവന്ന് മാനിക്കുന്ന ഒരു ദൈവത്തെയാണ് ആരാധിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ആരാധിക്കുന്നത്. സ്തോത്രം. ഒരു വചനഭാഗത്തിനകത്ത് ഞങ്ങൾക്ക് പറയാം. സ്തോത്രം. കർത്താവ് ശിഷ്യന്മാരുമായി ഇങ്ങനെ പടകിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. പടകിനകത്ത് ആരുണ്ട്? യേശു. ശിഷ്യന്മാർ മാത്രമല്ല, ദൈവജനം, ദൈവത്തിന്റെ പ്രിയപ്പെട്ടവർ മാത്രമല്ല ഉള്ളത്. ആരുണ്ട്? അതിലും പ്രിയപ്പെട്ടവരായ യേശു ഉണ്ട് പടകിനകത്ത്. ഓർത്തോണം, പടകിനകത്ത് യേശു. അതിനെ പറയുന്നു, പടകിനകത്ത് യേശു തലമണ വെച്ചു ഉറങ്ങുക. ക്ഷീണമുണ്ട്, ഉറങ്ങും. ബാക്കിയുള്ളവരെല്ലാം ഉറങ്ങും. യേശു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, അടക്കം ചെയ്തവരെ എഴുന്നേൽപ്പിക്കുന്നു. ഇങ്ങനെ വലിയ അത്ഭുതം, ഒരിക്കലും ആർക്കും ചെയ്യാൻ കഴിയാത്ത വലിയ അത്ഭുതം. ദൈവത്തിന്റെ പുത്രന് മാത്രമേ അത് ചെയ്യുവാൻ കഴിയുമെന്ന് തിരിച്ചറിഞ്ഞ ശിഷ്യന്മാരാണ്. യേശു ആരെന്ന് നൽകുമോ അറിയുമ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് കാറ്റ് പ്രതികൂലമായി, തിരമാലകൾ ആഞ്ഞടിച്ചു, പടക് മുങ്ങാറായി. ദൈവത്തിന്റെ വചനം പറയുക, പടക് മുങ്ങാറായി. സ്തോത്രം. ശിഷ്യന്മാരെന്ത് ചെയ്തു? യേശുവിനെ ഉണർത്തി. യേശുവിനോട് പറയുക, നീ കണ്ടില്ലേ, അന്ന് നശിച്ചു പോയി. ഒരു കാര്യം മനസ്സിലാക്കട്ടെ, യേശു പടകിനകത്തുണ്ടെങ്കിൽ കാറ്റല്ല, പ്രതികൂലമല്ല, ഏത് വന്നാലും നമ്മളെ തൊടാൻ പറ്റത്തില്ലെന്ന് മനസ്സിലാക്കണ്ടേ. ഇതേപോലെ എപ്പോഴും നമ്മൾ പോകുന്നത്, നമ്മുടെ സഭ അല്ലെങ്കിൽ ഇന്ന് ദൈവസഭ എന്ന് പറയുന്ന ദൈവസഭകളെല്ലാം പോകുന്ന ഇതാ. യേശു എന്റെ ഭവനത്തിലുണ്ട്, യേശു എന്റെ കൂടെ ഉണ്ട്, ഞാൻ പ്രാർത്ഥിച്ചാൽ കേൾക്കും, എനിക്ക് ഒരുപാട് അത്ഭുതം ചെയ്തു, എനിക്ക് ഒരുപാട് നന്മകൾ തന്നു, സമാധാനം നൽകി. എങ്കിലും വല്ല പ്രതികൂലം പ്രയാസം വന്നാൽ ഉടനെ ഇതെല്ലാം മറന്നു. യേശു പടകിൽ കിടക്കുക. യേശു അത്ഭുതം ചെയ്യുന്നവനാണ്. സ്തോത്രം. ഒരു സ്തോത്രം, ധനികനായ മനുഷ്യന്റെ മഹാപുരോഹിതന്റെ മകള് സ്തോത്രം രോഗിയായ ലാസറിനെ ഉയർപ്പിക്കുവാൻ യേശു കടന്നു പോകുമ്പോൾ ഫിലിപ്പോസ് പറയുന്നുണ്ട്, ലാസർ മരിച്ചുപോയി എന്നെല്ലാം പറഞ്ഞ് യേശുവിനെ പറഞ്ഞു കഴിയുമ്പോൾ അവൻ രോഗിയല്ല, മരിച്ചുപോയി എന്ന് പറയുമ്പോൾ
ഫിലിപ്പോസ് ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, എവിടെ ഭാഗത്ത് ഫിലിപ്പോസ് പറയുന്നുണ്ട്, വാ നമുക്ക് യേശുവിന് വേണ്ടി കൂടെ മരിക്കാനായി കൂടെ പോവാം. യേശു വിളിക്കുമ്പോൾ ഈ പറഞ്ഞ ടീമുകളാണ് ഇവിടെ കിടക്കുക. എന്തുവാ അന്നാ മരിക്കുവാണെങ്കിൽ ആരോടാ മരിക്കാൻ പോകുന്നത്? യേശുവിനോട് പോവാം. പടവ് മുങ്ങിയാൽ മുങ്ങട്ടെ, യേശു ഉണ്ട് നായകൻ. യേശു അറിയാൻ ഒന്നും സംഭവിക്കുന്നില്ല. അന്ന് യേശുവിനോടൊപ്പം എന്തുവാണ്? അതൊന്നുമല്ല. ഉടനെ അവർ പറയാം, യേശു എഴുതേക്ക് ഞങ്ങൾ നശിച്ചു പോകുന്നത് നീ കാണുന്നില്ല. സ്തോത്രം. ഇത് തന്നെ നമ്മുടെ ചില വിഷയങ്ങൾ വരുമ്പോൾ നമ്മുടെ സ്വഭാവം ഇതാണ്. നമ്മുടെ വീട്ടിനകത്ത് യേശുണ്ട്, നമ്മുടെ നടപ്പിലും പോക്കിൽ യേശുണ്ട്. നമുക്ക് വലത്തും പുറത്തും അനേക വലത്തും ഇടത്തുമുണ്ട്, മുമ്പും പുറവും ആര് നിൽക്കുക? യേശു നിൽക്കുക. നിന്നെ തുറത്തില്ല. പർവ്വതം കെട്ടി നിൽക്കിയ പോലെ നിർത്തിയേക്കോ, നിന്നെ പർവ്വതത്തിനകത്ത് ഇറക്കിയ പോലെ ഇറക്കി വെച്ചേക്കുക. ശത്രുവിനെ കാണാത്ത രീതിയിൽ നിന്നെ പൊതിഞ്ഞു വെച്ചേക്കുക. ദൈവത്തിന്റെ വചനത്തിനകത്ത് പറയുന്നുണ്ട്, കോഴി തന്റെ കുഞ്ഞുങ്ങളെ പരിപാലി. അതൊന്നുമല്ല, അതൊന്നും ഒരു ഉദാഹരണമേ ഇല്ല. അതിനപ്പുറത്തെ പരിപാലനം ആര് ചെയ്യുന്നത്? സ്തോത്രം. പരുന്ത് വന്ന് 2 വട്ടം കോഴിയെ ചവിട്ടുമ്പോൾ കോഴി വിട്ടുപോകും. അതൊന്നും അല്ല കർത്താവ് ചെയ്യുന്നത്. കർത്താവ് തൊടിയിപ്പിക്കത്തില്ല. ആരെയാ? നമ്മളെ. അത്രമാത്രം ആര് സ്നേഹിക്കുന്നത്? ദൈവം സ്നേഹിക്കുന്നത്. അതിനകത്ത് ഉദാഹരണം തന്നെ കോഴി തന്റെ ചെറുകളിൽ മറച്ചു വെക്കുന്നത്. കർത്താവ് ആരെ മറച്ചു വെച്ചേക്കുക? ഉദാഹരണമല്ല. ദൈവം നമ്മളെ എന്ത് ചെയ്യോ? മറച്ചു വെക്കുക. നമുക്കെതിരെ വരുന്ന എല്ലാ പ്രതികൂലത്തിന് പ്രയാസത്തിന്റെ മധ്യയിൽ ദൈവം നമ്മളെ എന്ത് ചെയ്തേക്കുക? മറച്ചു വെച്ചേക്കുക. വിട്ടുകൊടുക്കാതെ മറച്ചു വെക്കുക. അത്രയ്ക്ക് കരുതുന്ന ഒരു ദൈവമാണ്, അത്രയ്ക്ക് സ്നേഹിക്കുന്ന ഒരു ജീവനുള്ള ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നു. പടകിനകത്ത് കാറ്റടിച്ചു. അവർ പറയുക, ഞങ്ങൾ നശിച്ചു പോകുന്നത് നീ കാണുന്നില്ലയോ? നാദാ എഴുന്നേറ്റ് നാദാ. അപ്പോൾ ചിന്തിക്കണ്ടേ, നാഥൻ ഈ പടകിലുണ്ടെങ്കിൽ പടകിൽ എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ ആരറിയണം? നാഥൻ അറിയണം. ഇന്ന് പകൽ പ്രിയ ദൈവമക്കളെ, ഈ ദൂത് കേൾക്കുന്ന ദൈവമക്കളെ, ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ദൈവജനമേ, ഇന്ന് നിങ്ങൾ ഓർത്തോ, ഏത് പ്രതികൂലം വന്നാലും ഏത് പ്രതിസന്ധി വന്നാലും നിന്റെ കൂടെ യേശു ഉണ്ടെങ്കിൽ നിന്നെ ആർക്കും തൊടുവാൻ കഴിയത്തില്ല. ഒരു മനുഷ്യന്റെ ബുദ്ധികൾക്കോ അവന്റെ ചിന്തകൾക്കോ, ഒരു ദുഷ്ടപിശാചിനോ അവന്റെ തന്ത്രങ്ങൾക്കോ, ശക്തികൾക്കോ, പ്ലാനിനോ, പദ്ധതിക്കോ, ഒരു കഷ്ടത്തിനോ രോഗത്തിനോ, അപ്പൊ ഒരു കടഭാരത്തിനോ, അത് സാമ്പത്തിക വിഷയത്തിനകത്തോ, അപ്പൊ പിതാവേ ഒരു പ്രതികൂലത്തിനും നിന്നെ തൊടുവാൻ കഴിയത്തില്ല. കാര്യമല്ലോ, നിന്റെ പടകിനകത്ത് യേശു ഉണ്ടെങ്കിൽ, നിന്റെ ഭവനത്തിനകത്ത് യേശു ഉണ്ടെങ്കിൽ, പ്രതികൂലം വരുമ്പോ, പ്രതിസന്ധികൾ വരുമ്പോ, വെല്ലുവിളികൾ വരുമ്പോ നീ പറയണം, എന്റെ കുടുംബത്തിനകത്ത് യേശു ഉണ്ട്, എനിക്ക് വേണ്ടി ഇറങ്ങി ചോദ്യം ചെയ്യാൻ യേശു ഉണ്ട്. എന്റെ ഭവനത്തെ തൊടണമെങ്കിൽ, എന്റെ വ്യക്തി എന്നെ തൊടണമെങ്കിൽ എന്നെ യേശു അറിയാതെ തൊടാൻ പറ്റത്തില്ലെന്ന് ഇന്ന് പകൽ നീ ഒന്ന് ഉറപ്പിച്ച് മനസ്സിലാക്ക്. വിശ്വാസി ദൈവജനമേ, ദൈവത്തിന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നീ ദൈവത്തിന് പ്രാധാന്യപ്പെട്ടവനോ? അത് മറന്നു പോകരുതേ, അത് മറന്നു പോകല്ലേ. അത് മറവിയിലേക്ക് കൊണ്ടുപോകുന്ന പിശാചിനെ ഇന്ന് പകൽ നീ ജയിച്ചോ യേശുവിന്റെ നാമത്തിൽ. സ്തോത്രം. യേശുവിനെ തട്ടി ഉണർത്തി. യേശുവോട് എഴുന്നേറ്റ് പറഞ്ഞു, എന്ത് പ്രശ്നം? അപ്പോ ഞങ്ങൾ നശിച്ചു പോകുന്ന കാണുന്നില്ലയോ? സ്തോത്രം. അപ്പോഴൊരു കാര്യം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഏത് മനുഷ്യനും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കഷ്ടമുണ്ട്. പക്ഷെ ആ കഷ്ടത്തിന് നിന്നെ തൊടുവാൻ കഴിയത്തില്ല. കഷ്ടം നിന്റെ കുടുംബത്തിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി ഞാൻ ഉറപ്പ് പറയാം, ആ കഷ്ടത്തിന്റെ പുറത്തു കൊണ്ടുവരുന്ന നാഥൻ നിന്റെ കൂടെയുണ്ട്. അല്ലാതെ കഷ്ടത്തിൽ തള്ളിയിട്ട് കഷ്ടത്തിൽ വീണ്ടും ചവിട്ടി താക്കുന്നതല്ല. നിന്റെ പ്രാർത്ഥനകൾക്കുന്ന ഒരു നാഥൻ നിന്റെ കൂടെയുണ്ട്. നിന്റെ വിശ്വാസം എത്ര നടക്കുന്ന ഒരു അളവാ ഈ കഷ്ടമെന്ന് കണക്കൂട്ട്. ഈ കഷ്ടത്തിന് എന്നെ തൊടുവാൻ കഴിയത്തില്ല, ഈ പ്രതികൂലത്തിന് എന്നെ തൊടുവാൻ കഴിയത്തില്ല, ഈ രോഗത്തിന് എന്നെ തൊടുവാൻ കഴിയത്തില്ല, ഈ സാമ്പത്തിക വിഷയത്തിനകത്ത് എന്നെ തൊടുവാൻ കഴിയത്തില്ല, എന്റെ തലമുറ തൊടുവാൻ കഴിയത്തില്ല, എന്റെ കുടുംബത്തിനകത്തോ എന്റെ തലമുറ മേലോ ഒരു ശത്രുവിനെ കയറുവാൻ കഴിയത്തില്ല. കാരണം യേശുവിനെ പ്രാധാന്യപ്പെട്ടവനാ. എന്റെ കൂടെ ആരുണ്ട്? എന്റെ യേശുവുണ്ട്.
എഴുന്നേറ്റു, കാറ്റിനെയും കടലിനെ ശാസിച്ചു. സ്തോത്രം. എന്നിട്ട് അവരോട് ചോദിച്ചിരുന്ന വിശ്വാസം എവിടെ പോയി? ഇത്രയെല്ലാം ചെയ്തു, ഇത്രയെല്ലാം കണ്ടു കേട്ടു, നിങ്ങളുടെ കൂടെ ഇറങ്ങി തിരിച്ചിട്ട് നിങ്ങളുടെ വിശ്വാസം എവിടെ പോയി? ഇന്ന് പകൽ എനിക്ക് അത് തന്നെ പറയാനുള്ളത്. പ്രിയ മക്കളെ, പ്രതികൂലം വരുമ്പോൾ ചന്തലപ്പെട്ടു പോലെ വീട് പോകാൻ. സ്തോത്രം, സ്തോത്രം. കഴിഞ്ഞ ദിവസം അമേഘാലയ സ്തോത്രം, കഴിഞ്ഞ ആഴ്ചയിൽ അമേഘാലയ സ്തോത്രം പുതിയ അമേഘാലയ ഭവനത്തിലേക്ക് ദൈവം എനിക്ക് താമസിക്കാൻ ഭാഗ്യം നൽകി. നിങ്ങളുടെ എല്ലാ ശക്തമേറിയ പ്രാർത്ഥനയാൽ എനിക്ക് ആ ഭവനമായി അമേഘാലയ സ്തോത്രം സെറ്റാവാൻ പറ്റി. സന്തോഷത്തോടെ അമേഘാലയ കഴിഞ്ഞ 2-3 ദിവസം അവിടെ കഴിയാൻ കൃപ നൽകി. സ്തോത്രം. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. ദൈവം പറഞ്ഞു, അമ്മ, അപ്പൻ, സഹോദരി, സഹോദരന്മാരെ എല്ലാം വിട്ടു വന്നാൽ നിനക്ക് 100 മടങ്ങ്. അങ്ങനെയുള്ള സ്നേഹബന്ധം, എന്താണ് അവരുടെ അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്നതല്ല സഹോദരൻ എന്ന് പൂർണ്ണമായി തിരിച്ചറിഞ്ഞ അനേകം സഹോദരങ്ങൾ നമുക്ക് വേണ്ടി സംസാരിക്കുന്നത്, നമ്മൾ നേരത്ത് വാ തുറന്നവർ നമുക്ക് വേണ്ടി സംസാരിക്കുന്ന സഹോദര ബന്ധത്തിന്റെ സ്നേഹം, ദൈവം തന്ന കൂട്ടി തന്ന സഹോദര ബന്ധത്തിന്റെ സ്നേഹം എന്തെന്ന് പലപ്പോഴുമായി എനിക്ക് അനുഭവിക്കുവാൻ ദൈവം കഴിഞ്ഞ ദിവസങ്ങളിൽ ഭാഗ്യം നൽകി. അത് ശക്തമായിട്ട് നമുക്ക് വേണ്ടി സംസാരിച്ചു. നമ്മൾ സംസാരിക്കേണ്ട ചില വിഷയത്തിനകത്ത് നമ്മൾ മൗനമായപ്പോൾ നമുക്ക് വേണ്ടി സംസാരിച്ചു. അത് സംസാരിക്കുമ്പോൾ നമ്മളെ എത്രമാത്രം എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. അത് സ്തോത്രമാലിയ ഒരു അമ്മയുടെ വയറ്റിൽ ജനിച്ചതല്ല, യേശു എന്ന രക്തത്താൽ ജനിച്ചത്. യേശു എന്ന രക്തത്താൽ. അതുകൊണ്ട് പറഞ്ഞേ, കർത്താവിന്റെ വചനം പറഞ്ഞേ, ഇവരെ വിട്ട് നീങ്ങുക. ആദ്യം നിന്റെ കുടുംബങ്ങളെ, ചാർച്ചകളെ, ബന്ധങ്ങളെല്ലാം ഒന്ന് വിട്ടിട്ട് നീ ആദ്യം എന്നെ ഒന്ന് സ്നേഹിക്കും പൂർണ്ണമായി. അതാ പറയുന്നത്. പലരും എന്തുവാ, ദൈവസഭി വന്നാലും ആരെ സ്നേഹിക്കത്തില്ല, ദൈവത്തെ സ്നേഹിക്കത്തില്ല, മറ്റുള്ളതിനെ പ്രാധാന്യം കൊടുക്കും. മറ്റുള്ളത് അങ്ങോട്ട് വിട്. അതെല്ലാം വിട്ട് നമ്മൾ പുതിയ മനുഷ്യനായി, ആരെയായി, ദൈവത്തിനായി. ഇന്ന് ദൈവത്തിന് പ്രാധാന്യം കൊടുക്കും. ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഇതെല്ലാം ആരുടെ കൂടെ വരും? നമ്മളെ കൂടെ വരും, നമ്മളെ കൂടെ കാണും. അല്ലാതെ നമ്മളെ വിടത്തില്ല, നമ്മളെ കൂടെ കാണും. ദൈവത്തിനായിരിക്കണം എന്ത് ചെയ്യണ്ടേ? പ്രാധാന്യം കൊടുക്കുന്നത്. സ്തോത്രം. അങ്ങനെയുള്ള സ്നേഹബന്ധം എന്തെന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി? തിരിച്ചറിയാൻ പറ്റി. അനേകം സഹോദര സ്നേഹബന്ധം എന്തെന്ന് തിരിച്ചറിയാൻ പറ്റി. സ്തോത്രം. അത് ദൈവസഭയുടെ ദൈവമക്കളുടെ ശക്തമേറിയ പ്രാർത്ഥനയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഭവനത്തിൽ താമസിക്കുമ്പോൾ സ്തോത്രം പ്രാർത്ഥിച്ചു, അനുഗ്രഹപ്പെട്ടു. അമേഘാലയ സ്തോത്രം കേരള ദൈവം കൃപ നൽകി. അമീ സ്തോത്രം അത് ശക്തമായി പ്രാർത്ഥിച്ചത്. അമേഘാലയ സ്തോത്രം പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ അമേഘാലയ സ്തോത്രം പ്രാർത്ഥിച്ചു. ഫോണിൽ കൂടെ ഇവിടുത്തെ അച്ഛൻ പ്രാർത്ഥിച്ചു. അതെല്ലാം ഒരു സന്തോഷമാണ്. സ്തോത്രം. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു 10-15 വർഷത്തിന് മുമ്പേ സ്തോത്രം പാലക്കാട് കർത്താവിന്റെ വേല ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്തോത്രം എന്റെ ഒരു സഹോദരന്റെ എന്റെ ഒരു ജ്യേഷ്ഠന്റെ വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ കർത്താവിന്റെ ദാസനാണ്. സ്തോത്രം. പുള്ളിയുടെ വൈഫ് സ്തോത്രം ഒരു ദൂത് പറഞ്ഞു, നീ തിരിച്ചു വരും. സ്തോത്രം. തിരിച്ചു വരും. എന്റെ ജ്യേഷ്ഠനാണ്. സ്തോത്രം. ഒരു സ്തോത്രം ജ്യേഷ്ഠിയാണ്. ജ്യേഷ്ഠി വിളിച്ചു പറഞ്ഞു, നീ തിരിച്ചു വരും, കൊട്ടാരക്കര. ഞാൻ അവിടെ നിന്ന് ചിരി ചിരിച്ചു. സാറ ചിരിക്കുന്ന പോലെ ഞാൻ ചിരിച്ചു. കൊട്ടാരക്കര വിട്ട് പാലക്കാട് പോയേക്കുന്നു. 10 വർഷമായി പാലക്കാട് നിൽക്കും. ഇനി ജന്മം പോയ കൊട്ടാരക്കരയാണ്. സ്തോത്രം. കൊട്ടാരക്കര എന്ന് പറയുന്നത് നാളെ വെറുതെ ഞാൻ പോയേക്കുന്നത്. ഇനി ഒരിക്കലും ഞാൻ കൊട്ടാരക്കര വരത്തില്ല. സ്തോത്രം. ഞാൻ എവിടെ നിൽക്കത്തുള്ളൂ? പാലക്കാട് നിൽക്കും. എനിക്ക് പാലക്കാട് സ്തോത്രം. അപ്പോഴാണ് ദൂത് പറയുന്നത്. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് കേട്ടിട്ട് ഒരു 2 വർഷം പോലും പാലക്കാട് നിർത്തിയിട്ടില്ല. പിന്നെ നേരെ എന്ത് ചെയ്തു? കൊട്ടാരക്കര. ഈ സഭ പണിയുന്നു. 12 വർഷമായി സഭ, 12 വർഷത്തിന് മേലായി സഭ കൊണ്ടുപോയി. സഭ പോയിട്ടുണ്ട്. ആ ദൂത് ഭയങ്കര ദൂതായി. ഇപ്പൊ കൊട്ടാരക്കര വിട്ടുപോകും. സ്തോത്രം. ആരുടെ പേരിലേക്ക് ആര് മാറ്റി? ദൈവം മാറ്റി. ദൈവസഭയെ തന്നു, നിങ്ങളെ തന്നു, സഭയായി, എല്ലാമായി. സ്തോത്രം. റൂട്ട് വേറെ രീതിയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം പുതിയ ഭവനത്തിനകത്ത് അവർ വന്നു. ഒരു പ്രതീക്ഷയില്ലാതെ അങ്ങനെ വരേണ്ട ഒരു ചാൻസും. അതുപോലെ സ്തോത്രം പുള്ളിയുടെ മോന്റെ കല്യാണത്തിന് വിളിച്ച് ഞാൻ പോയില്ല. അതിന്റെ ദേഷ്യം സ്തോത്രം അതുപോലും നോക്കാതെ പുള്ളിക്കാരൻ വന്നു. പുള്ളിക്കാരെ ഇവിടെ സ്തോത്രം ആയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നപ്പോൾ അവര് ഫാമിലിയായിട്ട് മോനെയും മരുമോളെയും കൊണ്ടെല്ലാം മാറ്റാൻ വന്നു. സ്തോത്രം. പുള്ളിക്കാരൻ വന്നത് ദൂത് പറയാം. നമ്മുടെ സഭയെ കുറിച്ച് ദൂത് പറയാം. സഭ ഒരുക്കപ്പെടാൻ സമയമായി.
സഭകൾ ഒരുക്കപ്പെടാൻ സമയമായി. അതിന്റെ തടസ്സങ്ങൾ മാറാൻ തുടങ്ങി. ഞാൻ അപ്പോഴും അവരുടെ 12 വർഷം മുമ്പേ ഒരു 15 വർഷത്തോളമായി ഈ ദൂത് കേട്ടാൽ ഞാൻ ഇവിടെ വന്നെങ്കിൽ, ആ ദൂതിനെ ഞാൻ അന്ന് തിരിച്ചു വിട്ടെങ്കിൽ ഇന്ന് ആ ദൂത് സ്ഥാപിക്കപ്പെടുവാൻ വേണ്ടി ഇനി പാലപ്പെടേണ്ട സഭാഹോട് കിട്ടാൻ സമയമായി. ദൈവം ശക്തനേറിയ ഒരു സ്പോൺസറിനെ കൊണ്ടുവരുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ദൈവത്തിനല്ല ഒരു ചെക്ക ദൈവം കാണിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം കാണിക്കുന്ന ഒറ്റ ചെക്കിൽ പ്രശ്നം. ഒറ്റ ചെക്കിന്റെ അകത്തുള്ള ഒരുപാട് ചെക്കൊന്നും തരുന്നില്ല, ഒറ്റ ചെക്ക തരും. ആ ചെക്കത്തോട് എന്ത് ചെയ്യും? ഇത് തരാൻ ഈ ചെക്ക് എഴുതാനാണ് പാട്, എഴുതിപ്പിച്ച് മേടിക്കുന്നതാണ് പാട്. അതിനു വേണ്ടിയാണ് നമ്മളെ കൊണ്ടുവന്നത്. പല ശോധനകളും പ്രതിസോധനകളും മനുഷ്യന്റെ ബുദ്ധി, അവന്റെ ചിന്ത, അവന്റെ ഈഗോ ഇത് തകർക്കാൻ നോക്കുന്നു. അവൻ തകർന്നു പോകുന്നില്ലാതെ ഈ സഭ തകർന്നു പോകത്തില്ല. ഈ സഭ പണിതരായ യേശു ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. സഭ തകർന്നു പോകത്തില്ല. നമുക്ക് വേണ്ടി കൂടെ നിൽക്കുന്ന ആരാ? കർത്താവ്. കർത്താവ് പണിയുന്ന സ്ഥാനത്തെ ഒരു മനുഷ്യന്റെ ബുദ്ധിക്കോ അവന്റെ ചിന്തകൾക്കോ അവന്റെ പ്രാണിനോ പറ്റത്തില്ല. പറഞ്ഞു ദൈവം തരാൻ പോവുക, നിനക്കായിട്ട് ദൈവം തരാൻ പോവുക, സമയം എടുത്തിരിക്കുക. അതേപോലെ സമയമാകുമ്പോൾ ആരെ അയക്കും? നമ്മളെ സഭയ്ക്കകത്തുള്ള എല്ലാ ദൈവമക്കൾക്കും അവർ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം വെളിപ്പാടുകളും ദൂതുകളും കിട്ടിയിട്ടുണ്ട്, അല്ലയോ? ദൂതുകൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ അവർക്ക് ഇവിടെ എന്ന് പറയുമ്പോൾ അവിടെ അല്ല എന്ന് പറഞ്ഞ് അടുത്ത ദൂതിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ആ ദൂത് കേട്ട് എല്ലാ ദൈവമക്കളും പറയാറുണ്ട്. ആ ദൂതെല്ലാം കേട്ട് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, സ്തോത്രം വീണ്ടും എന്തിക്കുക, അത് ഉറപ്പിക്കണം. സ്തോത്രം. എന്നോട് അടുത്തത് പറഞ്ഞു, സ്തോത്രം സ്തോത്രം, നീ ടെൻഷൻ അടിച്ച് നീ രോഗിയായിട്ടിരിക്കുക, ഈ ടെൻഷനിൽ നീ പുറത്തു. സ്തോത്രം. നിന്റെ ശരീരത്തിനകത്ത് രോഗവേദനത്തിൽ ഇരിക്കുക, നീ ഇതിനകത്ത് വീണ് പോലെ നിന്റെ സമയം എടുത്തു ദൈവത്തിന്റെ ആലോചന കേൾക്കണം. അത് ഭയങ്കര ബലമുള്ള ദൂതായി. സ്തോത്രം. അത് പറയാൻ വേണ്ടി മാത്രം അവരെ കൊണ്ടുപോകും. സ്തോത്രം. അത് കഴിയുമ്പോൾ അവർ പോയി. ഞാനപ്പോഴും സ്തോത്രം സുന്ദരോട് പറഞ്ഞു, സുന്ദരോട് ഞാൻ അപ്പോഴും പറഞ്ഞു, 12 കൊല്ലത്തിന് മുമ്പ് വേണ്ടാന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ അടുത്തത് സ്ഥാപിക്കാൻ സമയമായപ്പോൾ ദൈവം വിട്ടേക്കും. ദൂത് കേൾപ്പിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മളെന്നും കേൾക്കുന്നുണ്ട്, നമുക്ക് എന്നും വെളിപ്പാടുണ്ട്, സഭയ്ക്കകത്ത് എന്നും അതുകൊണ്ട് തന്നെ റിട്ടേൺ ചെയ്ത് ഇങ്ങനെ കറങ്ങി വരിക. പക്ഷേ സ്തോത്രം പുറത്തുനിന്നൊരു വ്യക്തി ഇതിനകത്ത് കൊണ്ടുവന്ന് സ്ഥാപിപ്പിക്കുമ്പോൾ അതിന്റെ അർത്ഥം അവർ ക്ഷീണിച്ചു പോലെ ദൈവമക്കളെ എല്ലാ വിഷയത്തിനകത്ത് ആര് മറുപടി തരും? നമ്മൾ കർത്താവിനെ പ്രാധാന്യപ്പെട്ടവർ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞേ, പടക് അടിച്ചു യേശു കിടക്കുക. അതേപോലെ എന്റെ ഭവനത്തിനകത്തും എന്റെ കുടുംബത്തിനകത്തും ഇന്നിരിക്കുന്ന ഓരോ ദൈവമക്കളോട് പറയുന്നത്, എന്റെ അങ്ങോട്ട് പറയണം, എന്റെ ഭവനത്തിനകത്ത്, എന്റെ തലമുറയ്ക്കകത്ത്, എന്റെ കുടുംബത്തിനകത്ത് യേശു ഉണ്ട്. അപ്പോഴേ എന്റെ തലമുറയുടെയും എന്റെ കുടുംബത്തിനകത്ത് വിഷയത്തിനകത്ത് പരിഹാരം നൽകേണ്ട ആരാ? യേശു. ആ യേശു ഇന്ന് പകലിരിക്കുന്ന കുടുംബത്തിൽ എന്റെ തലമുറയ്ക്ക് പരിഹാരം തന്നുകൊണ്ടിരിക്കുക. ആ പരിഹാരം നൽകിയിരിക്കുന്ന കാലത്തോളം എന്നെയും എന്റെ കുടുംബത്തിലും കൊണ്ടുപോകാൻ ഒരു ശത്രുവിനെ കഴിയത്തില്ല, ഒരു മനുഷ്യന്റെ ബുദ്ധികൾക്കോ ജ്ഞാനത്തിനോ കഴിയത്തില്ല, ഒരു ജനീയനെ കഴിയത്തില്ല, അവന്റെ പ്ലാനിനോ പദ്ധതികൾക്കോ കഴിയത്തില്ല, അവന്റെ ബുദ്ധിയേക്കോ കഴിയത്തില്ല. ഈ പ്രതികൂലം വരുമ്പോൾ ചില വാക്ക്, ഭയങ്കര അധികാരത്തിന്റെ വാക്കുകൾ ആര് പറയിപ്പിക്കുന്നതാ? കർത്താവ് പറയിപ്പിക്കുന്നത്. ഞാൻ പലപ്പോഴും ഓർക്കുന്നത്, ചില പ്രതികൂലം വരുമ്പോൾ സ്തോത്രം ഈ ഭവനത്തിന്റെ സ്തോത്രം ഈ ഭവനത്തിന്റെ ഓർഡർ കൊച്ചുകൊച്ചാനും ഷേലിമാണ് ഇവര് ചില വാക്കുകൾ ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. നമ്മളിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയത്തിനകത്ത് നമ്മൾ പ്രാർത്ഥിച്ച് ഉറച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചില അധികാരത്തോട് ചില കാര്യങ്ങൾ വരണ്ടു. ആരും പറയിപ്പിക്കുന്നില്ല, കർത്താവ് പറയിപ്പിക്കുന്ന, ബലപ്പെടുത്തുന്ന, ശക്തീകരിക്കുന്ന. സ്തോത്രം. അവര് പോലും അറിയത്തില്ല ഇത്രയും പവറാ ഈ പറഞ്ഞിട്ടേക്കുന്നത്, ഈ പവറാ തന്നിരിക്കുന്നത്. കാര്യം എന്തുവാ? ഈ പവറിനകത്ത് എന്തുണ്ട്? ദൈവത്തിന്റെ പ്രവൃത്തി അങ്ങോട്ട് വരും. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, എന്റെ ആത്മീയ സ്തോത്രം ഗുരുവായ പറഞ്ഞുള്ളതാണ്. പുള്ളിക്കാരനുള്ള ചില അങ്ങോട്ട് പവറായിട്ട് ചില അങ്ങോട്ട് പറയും, കൂടുതലൊന്നും പറയത്തില്ല. ചില വാക്ക് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോഴേ ഫയറാവും. നമ്മളെ തളർത്തുന്ന ചില തളർച്ചയെല്ലാം മാറ്റി അങ്ങോട്ട് ഫയറായിട്ട് പുറത്തു.
അത് എന്തിനു വേണ്ടിയാ? ഇവിടെ ദൈവമക്കളെ നിങ്ങൾക്ക് ഓരോ വിഷയങ്ങൾ വരുമ്പോഴും വീണ്ടും വീണ്ടും അതുകൊണ്ട് പറഞ്ഞ് പറയുന്നതിന്റെ കാര്യം എന്തുവാ? പറയുന്ന കാര്യം എന്തുവാ? നിങ്ങൾ ബലപ്പെടുവാന്, ശക്തിപ്പെടുവാന്. കാരണം നിങ്ങളെ ദൂത് വലുതാന്ന് എനിക്കറിയാം. നിങ്ങളെ കുറിച്ച് ദൈവം വെച്ചിരിക്കുന്ന ഉദ്ദേശവും ദൈവത്തിന്റെ പദ്ധതിയും വലുതാന്ന് എനിക്കറിയാം. അത് ഒരു മനുഷ്യനോ ഒരു ബന്ധുക്കാർക്കോ സ്വന്തക്കാർക്കോ ഒരു വ്യക്തികൾക്കോ തൊട്ടുപോകാൻ കഴിയത്തില്ല. കാര്യം അത് യേശു വെച്ചിരിക്കുന്നത്. യേശു വെച്ചിരിക്കുന്നത്. വെച്ചിരിക്കുന്ന ദൂതിനെ തടയാൻ പറ്റുമോ? ദൂതിനെ തടയാൻ പറ്റുമോ? ഞാൻ കഴിഞ്ഞ ദിവസം പൊന്നിനോട് പറഞ്ഞു, ദൂത് പറഞ്ഞ ദൈവം മനുഷ്യനല്ല. മനുഷ്യൻ പലമാരും പദ്ധതി ഇടട്ടെ. ദൂത് പറഞ്ഞ ദൈവം വിശ്വസിക്ക് എന്റെ ദൂത നിവർത്തിയാവുന്നു. ദൈവത്തെ നീ എന്തിനാ ഭയപ്പെടുന്നത്? ഒരു പ്രശ്നങ്ങൾ വരുമ്പോ, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ഒരു വാക്ക് കേൾക്കുമ്പോ, ഒരു പതർന്ന അവസ്ഥകൾ വരുമ്പോ നീ എന്തിനാ ഭയപ്പെടുന്നത്? നിന്നെ വിളിച്ച ദൈവം വിശ്വസന. ആമേൻ. നമ്മൾ വിശ്വസിക്കുന്നതല്ല മനുഷ്യർ അവിശ്വാസം നമ്മളോട് കാണിക്കാം. നമ്മൾ വിശ്വസിക്കുന്നതല്ല ബന്ധുക്കൾ സുഹൃത്തുക്കൾ നമ്മളോട് അവിശ്വാസം കാണിക്കാം. പക്ഷേ നമ്മൾ വിളിക്കുന്ന നസറേയനായ യേശു ഒരിക്കലും നമ്മളോട് അവിശ്വാസം കാണിക്കത്തില്ല. വിശ്വാസം വർദ്ധിപ്പിക്കത്തേ ഉള്ളൂ. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് യേശു മറുപടി തരത്തേ ഉള്ളൂ. കഴിഞ്ഞയാഴ്ച ദൈവത്തിന്റെ വചനത്തിലേക്ക് വരുമ്പോൾ അതിനകത്ത് രണ്ട് ഭാഗത്തിനകത്ത് ഞാൻ പറയും, ദൈവം വെളിപ്പെടുത്തിയ ഒരു ദൂതിന്റെ ഉപമ ഇതിനകത്ത് കൊടുത്തു. എന്തുവാ? സ്തോത്രം. ഒരുവൻ നിലത്ത് വിതയ്ക്കുവാൻ നല്ല വിത്ത് വിതച്ചു. അതിനകത്ത് എന്ത് ചെയ്തു? കള വളർന്നു വന്നു. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ദൈവമേ ആ ദുഷ്ടൻ അവൻ സ്തോത്രം നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലും അല്ല, നമ്മൾ ആരാധിക്കുന്നത് പോലും, നമ്മൾ വില കൊടുക്കുന്നത് പോലും ഒന്നും അവൻ വില കൊടുക്കുന്നില്ല. അവൻ ബൈബിൾ എടുത്തിട്ട് കാണുന്ന പാപങ്ങളെല്ലാം ചെയ്യുവോ, അവൻ എന്താ അടിയില്ലാത്ത എന്ന് പലപ്പോഴും നമ്മളെ മനസ്സിനകത്ത് തോന്നിയിട്ടുണ്ട്. ഇല്ലയോ? അയ്യോ, ഞാൻ ഇത്രയെല്ലാം പ്രാർത്ഥിച്ച് ഇങ്ങനെല്ലാം നിന്നിട്ട് എന്നും എന്റെ കുടുംബത്തിനകത്ത് വിഷയമാണ്, അവനൊരു പ്രശ്നവുമില്ല. നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. നമുക്ക് ദൈവം തരാനുള്ള നന്മയും ആഹാരവും അവൻ ഭക്ഷിച്ച് നമുക്കെതിരെ നിൽക്കുന്നത്. പക്ഷേ അതിനകത്ത് പറയുന്നുണ്ട്, കള പറിച്ചു കളയുന്ന ഒരു സമയമുണ്ട്. എന്തുവാ? അത് പറിച്ചിട്ട് എങ്ങോട്ടാ പോകുന്നത്? തീച്ചൂരലിട്ട് ചുട്ടുകളയും. പക്ഷേ അതിനകത്ത് യഥാർത്ഥ വിത്ത് പറിച്ച് എവിടോട്ടാ പോകുന്നത്? അത് കളപ്പുരയെ കൊണ്ട് സൂക്ഷിക്കുമല്ലോ. ഇന്ന് കളപ്പുരയിരിക്കുന്ന വിത്താന്ന് ഓർത്തോ. ഇന്ന് ഞാൻ സൂക്ഷിക്കപ്പെടുന്ന വിത്ത, ഞാൻ സൂക്ഷിച്ച് കളപ്പുരയിരിക്കുന്ന വിത്ത. അല്ലാതെ റോഡിലിരുന്ന വിത്തല്ല, മറ്റുള്ളവർക്ക് ചട്ടിക്കുന്ന വിത്തല്ല, മറ്റുള്ളവരെ അവൻ തീ കത്തിച്ച് ചുട്ടുകളേണ്ട വിത്തല്ല, പറയാൻ തന്നെ അപ്പോഴെടുത്ത് എറിയേണ്ട വിധാനമല്ല. ഞാൻ അനുഗ്രഹപ്പെട്ടവനാ. എനിക്ക് ഇരിക്കാനൊരു സ്ഥലമുണ്ട്. എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചൊരു സ്ഥലമുണ്ട്. എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹമുണ്ട്. എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു വാഗ്ദത്തമുണ്ട്. എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദൂതുണ്ട്. എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു കോട്ടയുണ്ട്. അത് ഞാനും എന്റെ കുടുംബം അനുഭവിക്കൂ. എന്റെ തലമുറ അനുഭവിക്കൂ. ചില നിന്ദകളും പരിഹാസങ്ങളും അപമാനങ്ങളും അനുഭവിക്കാനും അപ്പാ എനിക്കൊരു വിടുതലുണ്ട്. ഈ അപമാനത്തിലോ പരിഹാസത്തിലോ നിന്ദയിലോ ഞാൻ താഴ്ന്നു പോകില്ല. എന്റെ യേശു എനിക്കായി ഒരുക്കി വെച്ചൊരു കോട്ടയുണ്ട്. ഈ വിത്ത് വിതപ്പാണ് വയലൊഴിക്കത്, അല്ലയോ? വിത്തിന് വേണ്ടിയാ വയലൊഴിക്കത്. വളമിട്ടത്, വെള്ളമൊഴിച്ചത് എല്ലാം ഈ വിത്തിന് വേണ്ടിയാ. പക്ഷെ ഇതെല്ലാം തിന്ന് ആരാ കടന്നു വന്നേ? ഒരിക്കലും ഇടാത്ത കള എന്തെയോ വളർന്നു വന്നു. കള വളർന്നു വന്നു. ഈ വിത്തിനെ മറച്ചു കളയുന്ന രീതിയിൽ കള നിൽക്കുക. ഇന്ന് അതേപോലെ നമുക്കെതിരെ നിൽക്കുന്ന ചിലവര് ആ സ്തോത്രം അങ്ങ് വളർന്നു കാണിക്കും. പക്ഷെ ഇവന്റെ എല്ലാം അവസാനം എന്തെയോ ഒരിക്കലും ആർക്കും വേണ്ടാത്ത ഒരു അവസാനത്തിലേക്ക് പോകും. പേടിക്കണ്ട, അവനെ കണ്ട് നീ പേടിക്കണ്ട. നിനക്ക് വേണ്ടിയാ വളവിട്ടിരിക്കുന്നത്. നിനക്ക് വളരാനാ വളവിട്ടേക്കുന്നത്. നിനക്ക് വേണ്ടിയാ വെള്ളം ഒഴിച്ചിരിക്കുന്നത്. കളന്നു വരാൻ അധികം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യും? നിന്നെ പറിച്ച് എവിടെ കൊണ്ടുവന്നേ? കളപ്പുരേതാ.
അവരെ കൊണ്ടുവന്ന് എവിടാ തീയിലായിരുന്നത്, ചുട്ടുകളയും, എരിച്ചു കളയും. പ്രിയ മക്കളെ ഓർത്തോണം, നിനക്കെതിരെ ആരെഴുന്നേറ്റാൽ അവൻ വെന്തു. കാര്യം എന്തുവാ? നിനക്ക് ചുറ്റും തീയാൽ വലയം വെച്ചൊരു യേശുവുണ്ട്. തീയാൽ വലയം വെച്ചൊരു യേശുവുണ്ട്. നിന്റെ തലമുറയ്ക്ക് ചുറ്റും തീയാൽ വലയം വെച്ചൊരു യേശുവുണ്ട്. നിന്റെ കുടുംബത്തിന് ചുറ്റും തീയാൽ വലയം വെച്ചൊരു യേശുവുണ്ട്. ആ വലയത്തിനകത്ത് കയറി എന്നെ തൊടാൻ പറ്റത്തില്ല. അത് തൊടുന്നവരെല്ലാം എരിഞ്ഞു പോകും, എരിഞ്ഞു പോകും, എരിഞ്ഞു പോകും. എന്താ കാര്യമുണ്ട്? ശത്രുക്കൾ മേശക്ക് അപോലെയോ തീയുടെ മധ്യം നടന്നപ്പോ 3 പേരെ ഇട്ടപ്പോ അത് കഴിച്ചവർ നോക്കി നിൽക്ക്. 4 പേര് നടക്കുന്നു. 4-ാമൻ ആരാ? ദൈവം അവരോടൊപ്പം നടക്കാൻ തുടങ്ങി. അവരുടെ ശരീരമോ അവരുടെ വസ്ത്രമോ അവരുടെ ചെരുപ്പോ ഒന്നും ഇല്ല, കത്തിപ്പോയില്ല. അവരെ ആരോഗ്യത്തോടെ നടക്കാൻ തുടങ്ങി, ആരോഗ്യത്തോടെ നടക്കാൻ തുടങ്ങി. കാര്യമോ? അവരെ ആരോടൊപ്പം നടക്കുന്ന ദൈവത്തോടൊപ്പം. ഇന്ന് തീയിലായാലും തീയുടെ കത്തുന്ന എരിയുന്ന അവസ്ഥയിലായാലും അവിടെ നിനക്ക് വേണ്ടി ഇറങ്ങി വന്നു. നിനക്കൊരു കൂട്ടവാസിയാണ് നിന്റെ കൂടെ നിന്ന്, നിന്നെ ഒരു സ്നേഹിതനായി, ഒരു പിതാവായി നിന്നെ പരിഗണിച്ച് നിന്റെ ആവശ്യങ്ങളെ നിവർത്തിയാക്കി നിന്റെ കൂടെ നടക്കുന്ന യേശുവിനെ നീ പകരാതിരിക്കുന്നത് മറന്നുപോലെ ആ ദൈവം ഇന്ന് പകൽ നിനക്ക് പരിഹാരം ഒരുക്കിക്കൊണ്ടിരിക്കും. ആര് മറുപടി ഒരുക്കിക്കൊണ്ടിരിക്കുക? കർത്താവ് നിനക്ക് വേണ്ടി മറുപടി ഒരുക്കിക്കൊണ്ടിരിക്കുക. വിശ്വസിക്കുക, ഇത് പകൽ വിശ്വസിക്കുക. അങ്ങ് വിശ്വസിച്ചാൽ ദൈവം നിശ്ചയമായി ആർക്ക് മറുപടി തരും? ദൈവമക്കളായി നമുക്ക് കർത്താവ് മറുപടി തരും. ദൈവാശ്വാസം പകരും, അത്ഭുതം ചെയ്യും. വിശ്വസിച്ചാൽ സ്തോത്രം. അതിനകത്ത് ഒരു ഭാഗത്തിലേക്ക് നമുക്ക് വരാം. കരുവാശമെടുത്ത പുസ്തക പ്രവൃത്തി 12-ാം അധ്യായത്തിനകത്ത് 11-ാം വാക്യത്തിൽ മുതലത് വായിക്കാം. ഇന്നൊരു സ്വപ്നം കാണുന്ന പോലായിരുന്നു ദൂതൻ ഇറങ്ങി വന്ന് ആർക്ക് വേണ്ടി അത്ഭുതം ചെയ്തത്? പത്രോസിന് വേണ്ടി അത്ഭുതം. ഇതേപോലെ ദൈവമക്കളെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ സഭയ്ക്ക് വേണ്ടി, നമ്മുടെ ദൈവമക്കൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നത് ഇതേപോലെ സ്വപ്നം കാണുന്നത്. ചിലർ നമ്മൾ ചില കാര്യങ്ങൾ പറയുന്നില്ല, നിങ്ങൾക്ക് സ്വപ്നം കണ്ടോന്ന് ചോദിക്കുന്നത്. നടക്കാത്ത കാര്യങ്ങളാണ് ഈ സ്വപ്നം കണ്ടോന്ന് ചോദിക്കുന്നത്. പക്ഷെ അതേപോലെ ആര് പ്രവർത്തിക്കുന്നത്? ദൈവം പ്രവർത്തിക്കുന്നത്. ഒരിക്കലും ഒരുവന്റെ ചിന്തകൾക്കോ അവന്റെ പ്ലാനിനോ പദ്ധതിക്കോ ചെയ്യാൻ പറ്റാത്ത വലിയ അത്ഭുതമാണ് ആര് ചെയ്യുന്നത്? കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്. സ്തോത്രം. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്. സ്തോത്രം. പ്രാർത്ഥിക്കാം, സ്തോത്രം വായിക്കാം. മറിയയുടെ ഭവനത്തിനകത്ത്, യോഹന്നാന്റെ അമ്മയായ മറിയയുടെ ഭവനത്തിനകത്ത് അവൻ ചെന്നു. അനേകം അവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? എന്തു ഈ പ്രാർത്ഥന വിഷയം? പത്രോസിനെ ഒന്നും വരുത്തല്ലേ? പത്രോസിനെ ആര് ഉപയോഗിക്കണം? ദൈവം ഉപയോഗിക്കണം. പത്രോസിനെ ദൈവം ഉപയോഗിക്കണം. ഇതാ പ്രാർത്ഥന വിഷയം. ഇതിനു വേണ്ടിയാ ആര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? ദൈവജനം പ്രാർത്ഥിക്കുന്നു, സഭ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പത്രോസിനെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? പത്രോസിന് വേറെ സ്ഥലത്തോട് സുവിശേഷം പറയാനല്ല ദൈവം വിട്ടത്. പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന് ധൈര്യം കൊടുക്കുന്ന രീതിയിലേക്ക് ആരെ കൊണ്ടുവന്ന്? നീ പ്രാർത്ഥിച്ചാൽ, കണ്ണുനീരൊഴുക്കിയാൽ, നിങ്ങൾ ഒറ്റ മനസ്സോട് ഇന്ന് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായ വിഷയത്തിനകത്ത് ആര് മറുപടി തരും? കർത്താവ് മറുപടി തരും. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിന്റെ 10 മുതൽ 11-ാം വാക്യം മുതലാണ് വായിക്കുന്നത്. അതിന്റെ അടുത്ത വാക്യം അവിടെ അനേകം ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പ്രത്യാശയുള്ളവരാ, ഉറപ്പുള്ളവരാ, പ്രാർത്ഥനയ്ക്കകത്ത് എന്ത് ചെയ്യുക? ശക്തമായിട്ട് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അടുത്തത് അവൻ പടിപ്പുര വാതിക്കൽ മുട്ടി. അവൻ വിളിച്ചപ്പോൾ ആര് കേട്ടു? അവിടെ ജോലിക്കാരിയായ രോധ എന്ന് പറയുന്ന ഒരു സഹോദരി കേട്ടു. അവൾ ഓടി വന്നു, പക്ഷെ തുറന്നില്ല, കഥ തുറന്നില്ല. അവർക്ക് സന്തോഷം കൊണ്ട് അവൾ എന്ത് ചെയ്യുക? എങ്ങോട്ട് ഓടി? നേരെ പ്രാർത്ഥിക്കുന്ന ഈ കൂട്ടത്തിന്റെ അടുത്തോട്ട് ഓടിച്ചു. സ്തോത്രം. അടുത്തത് ഓടി
ചെന്നവരോട് ചെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആരുടെ വിടുതലിന് വേണ്ടിയാ? പത്രോസിന്റെ വിടുതലിന് വേണ്ടിയാ പ്രാർത്ഥിച്ചു. അവർ ഓടി ചെന്നിട്ട് അവിടെ പറയുക, പത്രോസ് വീണ്ടും ഫ്രണ്ടി വന്നിക്കുന്നു, വീണ്ടും കൊട്ടുന്നു. ഉടനെ നമ്മളെ നോക്കിയിട്ട് അവർ പറഞ്ഞു, എന്തോ നിനക്ക് ഭ്രാന്ത് തോന്നുന്നു. ഇതേപോലെ നമ്മളെ വാർത്ത എങ്ങനെയാ? നമുക്ക് എന്തുകൊണ്ട് കിട്ടും, ആര് തരും? കർത്താവ് തരും. അങ്ങനെ പ്രാർത്ഥിക്കും. ഉപവാസവും പ്രാർത്ഥനയെല്ലാം എന്നാൽ എവിടെയോ ഒരു നെഗറ്റീവ് കിടപ്പുണ്ട്. എന്താ കിട്ടാത്തത്? അതുകൊണ്ടാ ഈ സാധനം കിട്ടാത്തത്. പൂർണ്ണ ഹൃദയമില്ല. കാര്യം എന്തുവാ? പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, ആരാധനത്തിനകത്ത് ദൂരം ഇറങ്ങണം, അത്ഭുതം ചെയ്യണം, യേശുവോട് ഇറങ്ങട്ടെ എന്നെല്ലാം പറഞ്ഞ അങ്ങോട്ട് തീ കത്തി പറിച്ചുകൊണ്ടിരിക്കുക. അവിടെ ദൂതൻ ഇറങ്ങി അത്ഭുതം ചെയ്തെന്നെല്ലാം എന്നിട്ടും എന്ത് ചെയ്യുന്നില്ല, ഇവര് വിശ്വസിക്കുന്നില്ല. നമ്മുടെ അവസ്ഥ ഇത് തന്നെ. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഭയങ്കര പ്രാർത്ഥനയാ, 100 നിൽക്കുന്ന പ്രാർത്ഥനയല്ല. പക്ഷെ പല കാര്യത്തിനകത്ത് നമുക്കെന്തില്ല, പ്രാർത്ഥിക്കാനായിട്ട് വിശ്വാസമില്ല. അങ്ങനെ പ്രാർത്ഥിച്ചെല്ലാം കത്തിയിട്ട് ഇങ്ങോട്ട് കയറി വന്നിട്ട് ഫ്രണ്ടി വന്നിട്ട് ചോദിക്കും, ഇനി എങ്ങനെ നടക്കും? ഇനി എങ്ങനെ നടക്കും? ഒരു പയ്യൻ സ്വന്തം സുശീല വിലക്ക് ഇറങ്ങി തിരിച്ചിറങ്ങി. അപ്പോഴ് അവന് വിശ്വാസികളിലുള്ള ചില കുഞ്ഞുങ്ങളോട്ട് അവന് കമ്പനിയുണ്ട്. അവന്റെ പ്രായത്തിലുള്ള കുറച്ചുപേരോട് അവന് കമ്പനിയുണ്ട്. ഇവരങ്ങോട്ട് കയറി എന്നിട്ട് തീ കത്തിക്കുന്ന പകരം അങ്ങോട്ട് പറഞ്ഞിട്ട് ലാസ്റ്റ് പുറത്തിറങ്ങിയിട്ടില്ല, അമർത്തി വെച്ചു. അവന് എങ്ങനെയാണോ പരിഹാരം? അത് നീരുടെ പ്രസംഗിച്ചു മുമ്പേ അല്ല, അത് പ്രസംഗിച്ചില്ല, അതവിടെ ഇതിനിപ്പോ എന്താ പരിഹാരം? അപ്പോഴ് സ്തോത്രം, ഈ പിള്ളേർ വന്ന് എന്റെ അടുത്ത് പറയാം, അച്ഛാ ഇവൻ ഇപ്പം പ്രസംഗിച്ചിട്ട് ആ പ്രസംഗം കേട്ട് ഞങ്ങൾ വരുന്ന ബലപ്പെട്ട് വന്നതാ, പക്ഷെ ഇവൻ വന്നിട്ട് ചോദിക്കുക അതെങ്ങനെ നടക്കും, ഇവനെ എന്തോ ചെയ്യണം അച്ഛാ? സ്തോത്രം, സത്യമായി ഇതേപോലെ നമ്മൾ ഇല്ലേ പ്രാർത്ഥിക്കുന്ന വെളിപ്പാടുള്ള ദർശനമുള്ള അനേക ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്, പക്ഷെ ഒരു ദർശനവും വെളിപ്പാടും ഇല്ല. പക്ഷെ പൊട്ടനെ പോലെ വിശ്വസിക്കുന്ന ഒരു രോധയുണ്ട്. അവക്കറിയാം ഇത് പത്രോസ്. നമ്മൾ ആരായാൽ മതി. ഞാൻ ഇന്ന് പകലെ വിളിച്ചു പറയും, നമ്മളെ സഭ രോധയാണ്. രോധയുടെ കാഴ്ചപ്പാട് മതി. എന്തുവാ? വിശ്വാസം മതി. പത്രോസിന്റെ ശബ്ദം കേട്ടപ്പോഴേ അവള് വിശ്വസിച്ചു, അവള് ഉറപ്പിച്ചു. ഇന്ന് പകല് പ്രിയ ദൈവജനമേ, വലിയ ഡോക്ടറേറ്റ് എടുത്തതും വലിയ കഴിവുള്ളവരും വലിയ ജ്ഞാനമുള്ളവരും വലിയ സഭയാ, ഞങ്ങൾക്ക് വലിയ ബിൽഡിംഗ് ഉണ്ട്, ഞങ്ങൾക്ക് വലിയ ആർച്ചുണ്ട്, ഞങ്ങൾക്ക് വലിയ കാര്യങ്ങളെല്ലാം ഉണ്ട് എന്ന് പറയുന്നവര്, അല്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞ 10,000 പേര് ഞങ്ങളോടുണ്ട് എന്ന് പറയുന്നവരെ ഒന്നും നമുക്ക് വേണ്ട, ദൈവത്തിന് വേണ്ട, അവരോടൊന്നും അല്ല ദൈവം ഇരിക്കുന്നത്. വിശ്വസിക്കുന്ന ഒരു പാവപ്പെട്ടവരായാലും ഒന്നുമില്ലാത്തവരായാലും വിശ്വാസമുണ്ടോ അവിടാണ് ദൈവം ഇറങ്ങി പ്രവർത്തിക്കുന്നത്. അവളെ വീട്ടിലെ എന്തുവാ? ആ വീട്ടില് റോഡൊന്നുമില്ല, എന്തുവാ ജോലിക്കാരി പാർച്ചോണ്ടിരിക്കുമ്പോൾ ആ വീട്ടിലുള്ളവരൊന്ന് കണ്ണു കാണിക്കാൻ പോയി വെള്ളം എടുത്ത് കൊടുക്കണം. സ്തോത്രം, എന്തൊക്കെ ചെയ്യാറുണ്ട് അതെല്ലാം ചെയ്യണം. ഇതെല്ലാം ചെയ്യാൻ ആരെ കൊണ്ട് നിർത്തിക്കുന്നത്? അവിടെ പക്ഷേ അവക്കെന്തുണ്ട്? ശക്തമായിട്ട് എന്തുണ്ട്? പ്രാർത്ഥനയാണ്. പണ്ട് സ്തോത്രം ഇങ്ങനെ പറയുന്ന ഒരു കഥയുണ്ട്. സ്തോത്രം, ഒരു പള്ളിയിലെ അച്ഛന് ഒരു ജോലിക്കാരൻ നല്ല പ്രാർത്ഥിക്കുന്നു. ഇവന് ജോലി തീർന്നിട്ട് സമയം, പക്ഷെ ഇവൻ ഭയങ്കര പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, അച്ഛൻ ഒരു ദിവസം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോ അച്ഛൻ ചോദിച്ചു, എപ്പോഴും മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ഇവൻ കൈ നോക്കി. അച്ഛൻ അവനെ സൂക്ഷിച്ചു. അച്ഛൻ അവനെ സൂക്ഷിച്ചു നോക്കി. കാര്യം എന്തുവാ? ഞാൻ 24 മണിക്കൂർ എനിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന നീയാണോ പ്രാർത്ഥിക്കുന്നത്? ഞാൻ പറഞ്ഞ ചോദ്യം നിനക്ക് മനസ്സിലായില്ല, നിനക്ക് അതിനുള്ള വിവരമില്ല, പരിജ്ഞാനമില്ല. കാര്യം മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇതിനകത്ത് ആരുണ്ട്? അവരുടെ കയ്യ പൊക്കാനാ ഞാൻ പറഞ്ഞത്, അല്ല നിന്റെ കൈ പൊക്കാനല്ല പറഞ്ഞത്. അപ്പൊ പിന്നെ കൈ അച്ഛൻ പറഞ്ഞാ നിനക്ക് എപ്പോഴാണ് റെസ്റ്റ് ഉള്ളത്? രാവിലെ തൊട്ട് നിനക്ക് ഞാൻ ജോലി തരുന്നത്, രാത്രി വരെ ഓരോ ജോലി, ഒരു ജോലി തീരുന്നുമ്പോ അടുത്ത ജോലി തന്നുകൊണ്ടിരിക്കുക. നീ പിന്നെ എപ്പോഴാണ് ഈ പ്രാർത്ഥിക്കുന്ന മടുത്തു പോകാതെ? അവൻ പറഞ്ഞു, ഞാൻ ജോലി ചെയ്യുമ്പോ എല്ലാം പ്രാർത്ഥിക്കുവാ. ഞാൻ ജോലി ചെയ്യുമ്പോ എല്ലാം പ്രാർത്ഥിക്കുക. അച്ഛൻ എന്നെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക.
എന്നോട് ഏത് ജോലി ഏൽപ്പിക്കുന്നു അതല്ല ഞാൻ പ്രാർത്ഥനയോടെ ചെയ്യുന്നത്, അല്ല ജോലിയോടല്ല ചെയ്യുന്നത്, പ്രാർത്ഥനയോടെ ചെയ്യുന്നത്. അച്ഛൻ അന്ന് മുതൽ അമ്മയ്ക്ക് ഒന്നും പറയാറ്, അവൻ അവൻ്റെതായിട്ട് റെസ്പെക്ട് കൊടുക്കാൻ, സ്നേഹം കൊടുക്കാൻ. അപ്പോഴ് ഒരാളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് സ്വന്തം റൂമിനകത്ത് അടച്ചുകൂട്ടി ഇരുന്ന് വലിയ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ വലിയ കഴിവ് പറയുന്ന സ്തോത്രം ചില വാക്കുകളെല്ലാം പറയുമ്പോഴും പ്രാസവൽച്ചം വെച്ച് സംസാരിക്കുന്ന അതൊന്നും അല്ല ദൈവത്തിന് വേണ്ടത്. ദൈവത്തിന് വേണ്ടത് വിശ്വസിച്ച് പൊട്ടനെ പോലെ ദൈവസ്ഥലിൽ നിൽക്കുന്ന കഴുതകളെയാണ് ദൈവത്തിന് വേണ്ടത്. ലോകത്തിന് വേണ്ടി കഴുതയായിട്ട് തോന്നും, അവനെയാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടി. കഴുതയെ കൊണ്ട് ദൈവം സംസാരിപ്പിച്ചില്ലേ, ദൂത് പറയിച്ചില്ലേ? വലിയ പ്രവാചകനെ അവന്റെ കഴുത കൊണ്ട് അവനോട് പ്രവാചകൻ കഴുത എന്ത് ചെയ്തു? പ്രവചിച്ചു. മനുഷ്യന്റെ ശബ്ദത്തിൽ പ്രവചിച്ചു. ഇല്ലയോ? ബൈബിൾ പഠിക്കുമ്പോഴും നമ്മൾ ഞെട്ടിപ്പോവും, സംസാരിപ്പിച്ചു. അപ്പൊ ദൈവത്തിന് ആരെയാ ഉപയോഗിക്കുന്നത്? വിശ്വസിച്ച് ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെയാ ആർക്ക് വേണ്ടത്? സ്വന്തം. അല്ലാതെ ഡോക്ടറേറ്റ് എടുത്ത് പത്രോസിന് വേണ്ടി ബാധിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ടീമുകളൊന്നും അല്ല ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. ഈ വേലക്കാരിയെ പോലുള്ള, പക്ഷെ അവർക്ക് ഭയങ്കര വിശ്വാസം. പത്രോസ് ഒന്ന് മുട്ടി ഒന്ന് ശബ്ദം വിട്ടപ്പോഴേ പറഞ്ഞു ഇത് പത്രോസിന്റെ ശബ്ദം. ഞാൻ ഓർക്കുക, ഇവക്ക് എല്ലാവരുടെയും ശബ്ദം തിരിച്ചറിയാൻ കഴിവുള്ളൂ. ഭയങ്കര കഴിവാ. എന്തുവാ? ദൈവപുരുഷന്റെ ശബ്ദം കേട്ടപ്പോഴേ പറഞ്ഞു ഇതാരാ? ഞങ്ങളുടെ യജമാനൻ പത്രോസ, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അപ്പോസ്തലനായ പത്രോസ. ഈ ശബ്ദം അവൾ അത്രയ്ക്ക് വില കൊടുക്കുന്ന ദൈവപുരുഷന്മാരെ, ദൈവദാസന്മാരുടെ ശബ്ദത്തിന് അവൾ എന്തുവാ പ്രാധാന്യം കൊടുക്കുക. അല്ലെങ്കിൽ അവർക്ക് തിരിച്ചറിയാൻ പറ്റും. അല്ലെ ഒരാൾ വിളിക്കുന്നതാണ് എന്ന് പറഞ്ഞേ അവിടെ ഓടി വന്ന് എന്ത് പറഞ്ഞേ? പ്രത്യാശയോടൊപ്പം ഉറപ്പോടുമെന്ന് പറഞ്ഞു പത്രോസ് വീട്ടിന്റെ പുറത്ത്. ഇതാ ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കുന്ന പലർക്കും വിശ്വാസമില്ല. പ്രാർത്ഥന പല പ്രാർത്ഥന നടത്താറുണ്ട്. അവിടെ പ്രാർത്ഥന, ഇവിടെ പ്രാർത്ഥന, ഇന്ന ദിവസം പ്രാർത്ഥന, ഇന്ന ദിവസം ഉപവാസം, എല്ലാം ഭയങ്കര കാര്യമാണ്. പക്ഷെ ആരുമായിട്ട് ബന്ധമില്ല, ആരുമായിട്ട് ബന്ധമില്ല, ദൈവമായിട്ട് ബന്ധമില്ല. അവരെ ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. ദൈവത്തിന് വേണ്ടത് ദൈവമായിട്ട് ബന്ധമുള്ളവർ. സ്തോത്രം, സ്തോത്രം. നേരത്തെ സാക്ഷി പറയുമ്പോൾ സ്തോത്രം, ചില കാര്യങ്ങളിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. സ്തോത്രം, ചില കാര്യങ്ങളിൽ നമ്മൾ പുറത്തു വരണം. നമ്മൾ ആർക്കുള്ളതാണ്? ദൈവത്തിനുള്ളത്. കർത്താവ് യേശുവിനുള്ളതാണ്. യേശുവിനുള്ളത്. അപ്പൊ നമ്മുടെ ഓരോ പ്രവൃത്തികളും ആർക്ക് സന്തോഷിക്കാവുന്നതാണ്? കർത്താവിനെ സന്തോഷിക്കാവുന്നത്. കർത്താവിനെ സന്തോഷിക്കാവുന്നത്. സ്തോത്രം. പണ്ട് ഒരു വിഷയം ഉണ്ടായാൽ ഏറ്റവും കൂടുതൽ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് ആര്? ഞാൻ പ്രതികരിക്കും. എന്റെ പ്രതികരണം അല്ല എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയിട്ടുള്ള പ്രതികരണം. സ്തോത്രം. ഇനി ഏതൊരു കെടികെട്ടിയോനാന്ന് പറഞ്ഞാൽ അവരെ വീട്ടിൽ പോയി അവരെ വിളിച്ചിറക്കി ഞാൻ പ്രതികരിച്ചിരിക്കും. അത് 10 പേരെ കൊണ്ടൊന്നും അല്ല, ഒറ്റയ്ക്ക് പോയുള്ള പ്രതികരണം. സ്തോത്രം. അത്രയ്ക്ക് അവയല്ല ചങ്കൂറ്റുണ്ട്. പക്ഷെ ഇപ്പൊ അതൊന്നും ഇപ്പൊ പ്രതികരണമൊന്നുമില്ല. ഇപ്പൊ പ്രതികരണമല്ല, ആർക്ക് കൊടുത്തേക്ക് പോകണം? ദൈവത്തിന് കൊടുക്കണം. ഞാൻ ചിലപ്പോൾ ഓർക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ ചില കാര്യത്തിനകത്ത് ഇടപെടുമ്പോൾ ഞാൻ പറയും, സ്തോത്രം, എന്നെ ഒന്ന് കണ്ടുപിടി, ഞാൻ ഇന്ന കേസിൽ പോവാ, എന്നെ ഒന്ന് കണ്ടുപിടി. ചോദിക്കും, എന്തിനും ഇങ്ങനെ വർദ്ധിക്കുന്നു? നമ്മളൊരു ദൈവമായത് ഞാൻ എനിക്ക് എന്നെ അറിയാം. സ്തോത്രം. അകത്ത് വേറെ സ്ഥാനത്തെ ചെങ്കലയിട്ട് വെച്ചിട്ടുണ്ട്. ആരാ? നസറേനായ യേശുവിന്റെ ചെങ്കലയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് എനിക്കറിയാം. ഇതിനെ എന്ത് ചെയ്യണമോ? കൺട്രോൾ ചെയ്യണം. ചില സ്വഭാവമൊക്കെ നമ്മളെ ഇപ്പോഴുണ്ട്, ഇല്ലയോ? നമ്മൾ ചത്താലും ചില സ്വഭാവം ഇരിപ്പുണ്ട്. പക്ഷെ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പരിശുദ്ധാത്മാവ് വേണം. പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ മാക്സിമം തീരത്തില്ല ഞാൻ ഇടപെടത്തില്ല. നഷ്ടമായാലും ഞാൻ നിന്നു. അത് ചിലപ്പോൾ വലിയൊരു നഷ്ടമായിരിക്കും, നിന്നു കൊടുക്കും. കാര്യം എന്തുവാ? ഈ നഷ്ടത്തെ ലാഭമാക്കുന്ന ഒരു ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു. ഈ നഷ്ടത്തെ ലാഭമാക്കി തരുന്ന ഒരു ദൈവത്തെ ആരാധിക്കുന്നു. അപ്പൊ ശ്രുത പറയും, അതല്ല, അത് അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാം. ഒന്നുമില്ല, എനിക്കറിയാം നമ്മുടെ സംസാരം എങ്ങനെ പോകുന്ന അറിയാം. സ്തോത്രം. ചിലപ്പം സ്തോത്രം അല്ലെങ്കിൽ അച്ചായ സംസാരിക്കുന്നിടത്ത് പിന്നെ ഡാപ്പടാന്നല്ല പിടി വരും. സ്തോത്രം. വേറെ റൂട്ടിലേക്ക് മാറും. ഈ മാറുന്നനുസരിച്ച് അവന്റെ റൂട്ട് മാറിയാൽ പിന്നെ നമ്മളെ കമ്പൂൾ എന്ത് ചെയ്യും? ഇരട്ടി മാറും. അത് നല്ലോണം അറിയാം. അതിനെ ചെങ്ങല ഇട്ട് വെച്ചേക്കും. ആര്? കർത്താവ് വെച്ചിരിക്കുക. ആ ചെങ്ങല ഇട്ടത് ആരാ? യേശുവിനാ. പരിശുദ്ധാത്മാവിനെ ആ ചെങ്ങല ഇട്ട് മുറുക്കി വെച്ചേക്കുക. അപ്പോഴും നമ്മൾ ഒന്നുകൂടെ ഒന്ന് ബാക്കി കർത്താവ് ഒന്നുകൂടെ ഒന്ന് മുറുക്കിയേക്കണം. അവിടെ ചെല്ലുമ്പോൾ പുറത്തു വരല്ലേ. കാര്യം എന്തുവാ? അങ്ങയുടെ നാമം ദുഷിക്കുവാൻ ഇടവരുത്തല്ലേ. ഞാൻ വഴി ഒരിക്കലും അങ്ങയുടെ നാമം എന്ത് ചെയ്യല്ലേ? ദുഷിക്കുവാൻ കർത്താവേ അങ്ങയുടെ ഇടവരുത്തല്ലേ. സ്തോത്രം, സ്തോത്രം. അതേപോലെ സ്തോത്രം. നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, നമ്മൾ ചില കാര്യങ്ങൾ ഓപ്പണായിട്ട് എന്ത് ചെയ്യണം? നമുക്കൊരു ഓപ്പൺ മൈൻഡ് ആയിരിക്കണം. ഒരിക്കലും എന്ത് ചെയ്യല്ലേ? അതിനകത്തൊരു ക്യാപ്പ് കൊടുക്കണം.
സ്തോത്രം. പക്ഷേ ഓപ്പൺ മൈൻഡായാൽ ചില സംസാര രീതിക്ക് എന്ത് ചെയ്യണം? ഒരു മയം സ്തോത്രം. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പതിനെട്ട് പറഞ്ഞ ഉദാഹരണം എനിക്ക് ഭയങ്കര സന്തോഷം. ഉപ്പില്ല, ആഹാരത്തിന് കൊണ്ടുവന്നപ്പോൾ ഉപ്പില്ല, എന്ത് വേണേലും എന്ത് ആഹാരം ഇങ്ങനെ ചോദിക്കുന്നതിന് സാധനം ഒന്ന് തന്നെ, നമ്മൾ ഇങ്ങനെ ചോദിക്കുന്നത് എന്ത് വേണേലും രണ്ട് രീതി. ചോദ്യം ഒന്നാണ് ഇല്ലയോ? ചോദ്യം ഒന്നാ, നമ്മൾ ഉപ്പില്ലെന്ന് തന്നെ പറയുന്നത്, പക്ഷെ ചോദിക്കുന്നത് എന്തുവാ? രണ്ട് രീതി. ചില ഭാര്യമാരുടെ ചോദിച്ചാൽ പറയും ഇയാൾ ഇതേ തിന്നാ മതിയെന്ന് ഇല്ലയോ? ചിലർ പറയും എന്ത് കൊടുത്താലും കുറ്റം പറയും. ചില കുറ്റം നല്ലതാണ്, ചില കുറ്റം നമ്മളെ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ്, ചില കുറ്റം നമുക്ക് ദോഷമായി തീരും. അതെല്ലാം ചിന്തിക്കണം. അപ്പം ഇതിനോട് ദൈവത്തിന്റെ വചനം പറയുന്നത് പരിജ്ഞാനമുള്ളവരായിരിക്കണം. ചില ദൂത് ഭയങ്കര ദൂതാ, പക്ഷെ ആ ദൂത് പരിജ്ഞാനത്തോട് പറഞ്ഞില്ല എങ്കിൽ ആ ദൂത് നമുക്ക് എന്ത് ചെയ്യും? ദോഷമായി തീരും. അത് പറഞ്ഞ നമുക്കും ദോഷമായി തീരും, കർത്താവിന്റെ നാമത്തിനും ദോഷമായി തീരും, കേൾക്കുന്നത് വേറെ രീതിയാണ്. അതങ്ങനെ എല്ലാത്തിനും എന്ത് ചെയ്യണം? പരിജ്ഞാനം ഉണ്ടാവും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോഴും ഞാൻ ഓർത്ത് ഒരു കാര്യം ഞാൻ പറഞ്ഞു. സംശയം ഒരു വിഷയം. ഭർത്താവിന് ഭാര്യയോട് സംശയമായി പോയി, ആ കുടുംബജീവിതം പോയി, വലിയ വിഷയം. അതുപോലെ ഭാര്യയ്ക്ക് ഭർത്താവിനോട് സംശയമുണ്ടെങ്കിൽ, അതുപോലെ ഭർത്താവിന് ഭാര്യയോട് സംശയമുണ്ടെങ്കിൽ ഈ സംശയം എന്ന് പറയുന്ന ഒരു വിഷാദി കയറി കഴിഞ്ഞാൽ ആ കുടുംബജീവിതം ഇല്ലാതിരിക്കുന്നതാണ്. കുടുംബജീവിതം ഇല്ലാതിരുന്നത് ഇത്രയും വലിയൊരു വിഷാദി വേറെ. നമ്മൾ എത്ര ഭാര്യ ഭർത്താവായാലും നമ്മളെ കൂടുതൽ ബന്ധിച്ചിരുന്ന ആർക്കും ഇഷ്ടമല്ല. ആർക്കും ഇഷ്ടമാണ് ബന്ധിച്ചിരുന്ന ഇഷ്ടമല്ല. ഞാൻ ഒരു കഴിഞ്ഞ ദിവസം ഭവനത്തിൽ പോകുമ്പോൾ ഒരു അനുഭവം ഉണ്ടായി. എനിക്ക് സ്വപ്നം ചിരിച്ചിരിച്ച് ഒരുപാട് വന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ. അതേപോലെ തന്നെ സ്വപ്നം എൻ്റെ കുടുംബത്തിനകത്തുണ്ടായിരുന്നു. എൻ്റെ അപ്പൻ്റെ പെങ്ങള് ഭർത്താവ് എന്ന് പറഞ്ഞാൽ മരിക്കും. പക്ഷെ ഭർത്താവ് വേറെ പെണ്ണുങ്ങളുടെ സംസാരിച്ച് ചവിട്ടിക്കുന്നു. ഭർത്താവ് തന്നെ മരിക്കും. ഭർത്താവിന് വേണ്ടി എന്തും ചെയ്യും. ഭർത്താവ് പറയുന്ന ഏത് കാര്യം ഒരു ചെയ്യും. അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും ഒരു ചെയ്യും. പക്ഷെ ഭർത്താവ് വേറെ പെണ്ണിന്റെ അടുത്ത് സംസാരിച്ച ഭർത്താവിന്റെ മോന്നര ശരി. അങ്ങനെ കാര്യം ഉണ്ടാവാതിരിക്കുന്നു. അങ്ങനെ ഭർത്താവ് ഇല്ലാതിരിക്കുന്നു. ഇതെല്ലാം ദൈവത്തെ ശ്രദ്ധിക്കണം. നല്ല ഭർത്താവിനെ കിട്ടാനും നല്ല ഭാര്യയെ കിട്ടാനും. അതുപോലെ കുറച്ച് അമ്മയുടെ പ്രായപൂർത്തിയായ പെൺപിള്ളാരോട് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. നല്ല ഭർത്താവിനെ കിട്ടാൻ ഇപ്പോഴേ പ്രാർത്ഥിച്ചു സ്തോത്രം. അതേപോലെ നല്ല ചെറുപ്പക്കാരെ പിള്ളേർ നല്ല ഭാര്യയെ കിട്ടാൻ ഇപ്പോഴേ പ്രാർത്ഥിച്ചോണം സ്തോത്രം. ഞാൻ ബൈബിൾ കോളേജ് പഠിക്കാൻ തുടങ്ങിയപ്പോൾ പോലും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു സ്തോത്രം. ഞാൻ പ്രാർത്ഥിക്കുന്ന വലിയൊരു വിഷയമായിരുന്നു. ഒന്ന്, സമുദായത്തിലുള്ള ഒരു പെൺകുട്ടിയായിരിക്കണം ഞാൻ കേട്ടത്. സമുദായത്തിലുള്ള ഒരു പെൺകുട്ടിയായിരിക്കണം ഞാൻ കേട്ടത്. സ്വന്തം എൻ്റെ കല്യാണത്തിനോട് ബന്ധിച്ചായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? വിശ്വാസത്തിൽ വരണം. ബന്ധിച്ചായിരിക്കണം. എനിക്ക് ഒന്നേന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റും. എനിക്ക് പഠിപ്പിക്കാൻ പറ്റും. എന്തിനും എൻ്റെ കൂടെ നിൽക്കുന്ന കാര്യം, നല്ല കാര്യം, പല കാര്യമല്ല, ആത്മീയ കാര്യത്തിനല്ല. ഞാൻ ബൈബിൾ കോളേജ് പഠിക്കുക. എന്നെ പഠിപ്പിച്ച സാറ് എന്നോട് പറഞ്ഞു ഇത് പ്രാർത്ഥിച്ചു. ഞാൻ അന്ന് മുതൽ ശക്തമായിട്ട് പ്രാർത്ഥിക്കും. വേറെ ഒന്നുമല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്. അന്ന് മുതൽ ശക്തമായിട്ട് ഞാൻ പ്രാർത്ഥിക്കും. അതേപോലെ പ്രാർത്ഥിക്കുന്ന അടുത്തത് ഞാൻ പ്രാർത്ഥിക്കും. ഒരു നേഴ്സ് ആയിരിക്കണം പഠിത്തത്, പക്ഷെ ജോലിയോട് താല്പര്യം ഉണ്ടാവണം. ദൈവമേനയോടായിരിക്കണം താല്പര്യം. അത് ഞാൻ പ്രാർത്ഥിച്ചെന്ന് പറയാം. നേഴ്സ് ആകുമ്പോൾ വീട്ടിലുള്ളവരെല്ലാം നോക്കിക്കോളും, സുഖമില്ലെങ്കിൽ നോക്കിക്കോളും. പക്ഷെ ഇപ്പോഴത്തെ കാര്യം നോക്കാറുണ്ട്. നേഴ്സ് ഹോസ്പിറ്റലിലുള്ളവരെ നോക്കുന്നില്ല, പിന്നെ ആ വീട്ടിലുള്ളവരെ ശമ്പളം കൊടുക്കുന്ന ഹോസ്പിറ്റലിലുള്ളവരെ നോക്കുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ എവിടെങ്കിലും എല്ലാം ഇഞ്ചക്ഷൻ വെച്ച് പോവാം സ്വതന്ത്രം. അപ്പോഴും ഞാൻ ആ പ്രാർത്ഥനയിലും ഞാൻ പ്രാർത്ഥിക്കും. പക്ഷെ ഇതെല്ലാം അറിഞ്ഞ് സ്തോത്രം ഞാൻ പലയിടത്തും പലയിടെ ഇട്ട് നോക്കി. അതെല്ലാം ആയിരിക്കും നോക്കും. പക്ഷെ അതൊന്നും അല്ല വന്നത്. പക്ഷെ ഇതെല്ലാം അറിഞ്ഞ് അതേ ക്വാളിറ്റിയുള്ള ഒരാളിനെ ആര് തന്നത്? അതുകൊണ്ടാണ് എൻ്റെ കുടുംബജീവിതം സ്വപ്നമാലിയ ഒരു 10-23 വർഷം കൊണ്ട് ഇപ്പോൾ എൻ്റെ കുടുംബജീവിതം സന്തോഷത്തിൽ പോകുന്നതിൻ്റെ കാര്യം അതുകൊണ്ട്
അത് ദൈവം അനുഗ്രഹിച്ച് തന്നതോ, അത് പ്രാർത്ഥിക്കണം. അത് ബൈബിളുള്ള ഒരു അധ്യാപകൻ, സീനിയറായ ഒരു അധ്യാപകൻ തന്നെ പഠിപ്പിച്ചൊരു കാര്യം, എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിച്ച് മേടിച്ചോ, ഇങ്ങനെയുള്ളതെല്ലാം പ്രാർത്ഥിച്ച് മേടിക്കണം. കാര്യം ഇത് ഫ്യൂച്ചർ അന്ന് അവസാനങ്ങളെ പോലെ ഇതിനെവിടെങ്കിലും ഒരു കോട്ടം വന്നിട്ട് പോകേണ്ടി. സ്തോത്രം. എന്റെ നാട്ടിൽ കാശുള്ളവരെയും എന്റെ നാട്ടിൽ വിദ്യാഭ്യാസമുള്ളവരെയും അല്ല, ദൈവം ഒന്നിപ്പിക്കുന്നതേ വരാവും. ദൈവം ചേർക്കാത്തത് വരല്ലേ. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പാർശ്വമാണ്, പ്രാർത്ഥിക്കണം. ഇനി നമ്മളെ കുഞ്ഞുങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ പാർശ്വമാണ്. ആ കുഞ്ഞുങ്ങൾക്ക് അതേ കിട്ടാവും. അവരാത്മീയരായിരിക്കണം, ആ കൂടെ നിൽക്കുന്നവരായിരിക്കണം. സ്തോത്രം. കൂടെ നിൽക്കുന്നവരായിരിക്കണം, പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവം നിശ്ചയമായി അത് ദൈവം. സ്തോത്രം. 5ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ പ്രാർത്ഥിക്കേണ്ട. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അത് കഴിഞ്ഞെല്ലാം ഉണ്ട്, പ്രായമുണ്ട്, പ്രാർത്ഥിക്കാൻ പ്രായമുണ്ട്. അപ്പോൾ പ്രാർത്ഥിച്ചാൽ മതി. പ്രായപൂർത്തിയായി കഴിയുമ്പോൾ വരേണ്ട ഒരു സാപ്പിടെ അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. സ്തോത്രം. സ്തോത്രം. ഇന്ന് അതൊരു പാത്ര വിഷയമുണ്ട്, അത് വേണം. പ്രൈസോ 18 വയസ്സായിട്ട് പ്രൈസോ. സ്തോത്രം. ആ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ജോലിക്കാരിയാണ് ഈ ശബ്ദം തിരിച്ചത്. പ്രാർത്ഥിച്ച ദൈവജനമല്ല തിരിച്ചത്, കണക്കൂട്ടിക്കണം. വിശ്വാസമുള്ളവളെ തിരിച്ചത്. നമുക്ക് എന്തുവാ വേണ്ടേ? വിശ്വാസം. അടുത്ത വാക്യം. ഉടനെ അവര് പറഞ്ഞു, അയ്യോ ശരിയാ, പത്രോസായിരിക്കും കാര്യമല്ലോ, പത്രോസിന്റെ ദൂതനായിരിക്കും. പത്രോസ് അത്രയ്ക്ക് വലിയ അഭിഷേകനാണ്, ദൈവത്തിന്റെ ദൂതനായിരിക്കും. അവൾ പറഞ്ഞു അല്ല, അവിടെ ആര് മുട്ടുന്നുണ്ട്? പത്രോസ് മുട്ടുന്നുണ്ട്, യജമാനൻ മുട്ടുന്നുണ്ട്. യജമാന്റെ ശബ്ദം ഞാൻ കേട്ടു, നിങ്ങളൊന്ന് വന്ന് നോക്ക്. എന്റെ പ്രിയ ദൈവമക്കളെ, നമ്മൾ നോക്കുമ്പോ വലിയ അഭിഷേകരൊന്നും അല്ല, വലിയൊരൊന്നും അല്ല, ചെറിയ ചിലവരാ. ആർക്ക് വേണ്ടത്? കർത്താവിന് വേണ്ട. പൊട്ടനെ പോലെ വിശ്വസിക്കുന്നവരെയാ വേണ്ടത്. ഇന്ന് പകലൊന്ന് പൊട്ടനെ പോലെ വിശ്വസിക്കേ. എനിക്ക് ദൈവശബ്ദം കേൾക്കണം. ഇന്നത്തെ പകലത്തെ ആരാധന, ഇന്ന് കേൾക്കുന്ന ദൈവത്തിന്റെ വചനം എന്നോടൊന്ന് സംസാരിക്കണം, എന്റെ തലമുറയോടൊന്ന് സംസാരിക്കണം. എന്റെ കാതിലേക്ക് ദൈവശബ്ദം ഒന്ന് ഇറങ്ങി വരട്ടെ. ഞാനും എന്റെ കുടുംബം അനുഭവിക്കട്ടെ. എന്റെ പലതിനകത്ത് യേശുണ്ട്. യേശുവിനെ ഉണർത്തണ്ട. യേശു പറഞ്ഞു, നിങ്ങൾ നശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുമോ? നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചുണർത്തിയത്? അപ്പാ യജമാനനെ, നാളെ ഞങ്ങൾ നശിക്കുന്നത് നീ കണ്ടില്ലയോ? ഞാനുള്ളപ്പോൾ നിങ്ങൾ നശിക്കുമോടാ? ഇന്ന് പകൽ ദൈവത്തിന്റെ ജനത്തെ നോക്കി, നിങ്ങൾ സമയം നോക്കി വിളിച്ചു പറയുക, യേശുവിനെ പറയുക, ഞാനാണ് അതിന്റെ നായകൻ, ഞാനാണ് അതിന്റെ യജമാനൻ, ഞാനാണ് അതിന്റെ അപ്പൻ, ഞാനാണ് അതിന്റെ ഭവനത്തിന്റെ യജമാനൻ, നിന്റെ ഭവനത്തിന്റെ നായകൻ ഞാനാണ്. നീ നശിച്ചു പോകുമോ? നിന്നെ നശിക്കാൻ വിട്ടുകൊടുക്കുമോ? കാര്യം നീ എന്റെ പൈതലാ. ഞാൻ നശിച്ചു പോകില്ല. എന്റെ യജമാനന്റെ യേശുവല്ല, എന്റെ പിതാവിന്റെ യേശുവല്ല, എന്റെ അമ്മയെ സ്നേഹിക്കുന്നതിന്റെ കാട്ടിൽ കൂടുതൽ എന്റെ അമ്മ പറഞ്ഞാൽ മറക്കാത്ത യേശുവിനെ ഞാൻ ആരാധിക്കുന്നത്. ആ യേശു എന്നെ സ്നേഹിക്കുന്നത്, ആ യേശു എന്നെ കരുതുന്നുണ്ട്. യേശു അറിയാതെ ഒന്നും വരത്തില്ല. എന്റെ യേശു എന്നെ കൈവിടുന്നവരല്ല, എന്റെ യേശു എന്നെ അനുഗ്രഹിക്കുന്നതാ. ദൈവത്തിന്റെ ദൂതനായിരിക്കും പറഞ്ഞത്. സ്തോത്രം. ദൂതൻ ആരോട് സംസാരിക്കാൻ തുടങ്ങി? യോധരോട് സംസാരിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കുന്ന ദൈവജനത്തോട് അവൻ, അല്ലെങ്കിൽ പ്രാർത്ഥന എന്ന് പറഞ്ഞിരിക്കുന്നവരല്ല സംസാരിച്ചത്. അവൻ ഈ പ്രാർത്ഥന വിശ്വസിക്കുന്നവരോട് ആര് സംസാരിച്ചു? ദൂതൻ സംസാരിക്കാൻ തുടങ്ങി. സ്തോത്രം. അവളോട് അപ്പടി പറഞ്ഞു, ദൂതൻ നിന്നോടായിരിക്കുന്നത് പത്രോസിന്റെ ദൂതനായിരിക്കും അന്ന് സംസാരിച്ചത്. സ്തോത്രം. അടുത്തത്. കണ്ടോ? സ്തോത്രം. പത്രോസ് മുട്ടിക്കൊണ്ടിരുന്നു. അവൾ പറഞ്ഞിട്ട് അവർ കേട്ടില്ല. പിന്നെ ആ ശബ്ദം അവൾ ശ്രദ്ധിച്ചപ്പോൾ, മുട്ടുന്ന ആരെന്ന് തുറന്നു നോക്കിയപ്പോൾ ആരാ വന്നിരിക്കുന്നത്? പത്രോസ് വന്നിരിക്കുന്നു. ഞാൻ ഓർക്കുക, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ഇന്ന് സഭ മുഴുവൻ വിശ്വസിച്ച് ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ഇന്ന് ദൈവമക്കൾ ഓരോ കുടുംബത്തിന്റെ വിടുതലിന് വേണ്ടി സഭ മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആ സഭ ഓരോ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സഭയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമക്കളുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമക്കളുടെ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, സഭ ഒന്നിച്ചിരുന്ന ദൈവമക്കളുടെ രോഗത്തിന്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഏത് വിഷയമാണ് സാമ്പത്തിക നിരക്കങ്ങൾ മാറിയവരെ അനുഗ്രഹിക്കാൻ വേണ്ടി
പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് മറുപടി എല്ലാവരും എഴുന്നേക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ പാദപീഠത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചുകൊണ്ട് പത്രോസിനെ കൊണ്ടുവന്ന് നിർത്തിയേക്കുക. അവരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിഷയത്തിനകത്ത് മറുപടി നൽകുക. ഏത് പകൽ ദൈവജനമെ നീ വിശ്വസിക്കുക. ഏത് വിഷയമാവട്ടെ, ഏത് വിഷയമാവട്ടെ, നിന്റെ കുടുംബത്തിന്റെ ഏത് വിഷയമാവട്ടെ, ഏത് രോഗമാവട്ടെ, ഏത് പ്രതികൂലമാവട്ടെ, ഏത് പ്രതിസന്ധിയാവട്ടെ, ഇത് യേശുവിന്റെ നാമത്തിൽ മറുപടി തരാൻ പോവുക. അത്ഭുതങ്ങൾ നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടാൻ പോവുക. ദുരിതം നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടാൻ പോവുക. ദൈവത്തിന്റെ ആലോചന നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടാൻ പോവുക. ദൈവ ശബ്ദത്തെ തിരിച്ചറിയാൻ പോവുക.